ലിംഗവലിപ്പം ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഒരു വിഷയമേ അല്ല എന്നുള്ള വസ്തുത ഞാൻ എൻ്റെ പല വീഡിയോകളിലും ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും എൻ്റെ അടുക്കൽ കൺസൾട്ടേഷന് വരുന്ന പല പുരുഷന്മാരും ഈ ഒരു ചോദ്യം സ്ഥിരമായിട്ട് തന്നെ ചോദിക്കാറുമുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ സമൂഹത്തിൽ ഒട്ടുമിക്ക പുരുഷന്മാരുടെയും ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നും പോണാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംശയം അവരെ വിട്ട് മാറത്തുമില്ല. നമ്മുടെ നാട്ടിലൊരു പഴയ ചൊല്ലുണ്ട്, ഈ പറഞ്ഞ വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുക എന്ന്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അങ്ങനെ ഒരു വീഡിയോയാണ്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോൺ സ്റ്റാർസുകൾ എങ്ങനെയാണ് അവരുടെ ലിംഗവലിപ്പം വർദ്ധിപ്പിക്കുന്നതെന്നും ചില പൊടി വിദ്യകൾ അറിഞ്ഞിരുന്നാൽ അത് നിങ്ങൾക്കും സാധ്യമാകും എന്നതിനെ പറ്റിയാണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുക്കലോ സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കലോ ഒക്കെ പോയി ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗങ്ങളല്ല. അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ശരിയായ അറിവും സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൗൺസിലിംഗും മാത്രം മതി. പക്ഷേ ഈ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നും ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. പക്ഷേ ഇതവർ സമ്മതിക്കത്തുമില്ല. ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിൽ എത്തിക്കാൻ പരമാവധി സഹായിക്കുക. പല പുരുഷന്മാരും ഈ പോൺ സിനിമകൾ കാണുന്നത് ഒരു ചെറിയ അമ്പരപ്പോടുകൂടിയാണ്. അതിലെ നടന്മാരുടെ ലിംഗവലിപ്പം കണ്ടിട്ട് പല പുരുഷന്മാരും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്, ഇവന്മാർക്ക് ഇതൊക്കെ എങ്ങനെ കിട്ടുന്നു, എൻ്റേത് എന്തുകൊണ്ടാണ് ഇത്ര ചെറുത് എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഈ പോൺ സിനിമകളിൽ നിങ്ങൾ കാണുന്ന നടന്മാർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന മാതിരി അത്ര വലിയ ലിംഗവലിപ്പമുള്ള നടന്മാരൊന്നും ആയിക്കൊള്ളണമെന്നില്ല. മിക്ക പോൺ സ്റ്റാർസുകൾക്കും ശരാശരിയെക്കാട്ടിൽ കൂടുതൽ ലിംഗവലിപ്പം ഉണ്ട് എന്നുള്ളത് കാര്യം സത്യം തന്നെയാണ്. കാരണം അത് അവരുടെ ജോലിയെ സംബന്ധിച്ച് ഒരു പ്രധാന മാനദണ്ഡമാണ്. എന്നാൽ അവർക്ക് ആ ഉള്ള വലിപ്പം അതിലേറെയായിട്ട് തോന്നിപ്പിക്കുവാനും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനുമായിട്ടൊക്കെ പലതരം വിദ്യകളും ഉപയോഗിക്കുന്നുണ്ട്. ഈ പോൺ സ്റ്റാർസുകൾ ഉപയോഗിക്കുന്ന ചില രഹസ്യ വിദ്യകളെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇതിൽ ചില വിദ്യകൾ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കൂടാതെ സ്ഥിരമായിട്ട് വലിപ്പം കൂട്ടാൻ സഹായിക്കുന്ന ചില വിശ്വസനീയമായ വഴികളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യമേ തന്നെ നമുക്ക് ഈ കാഴ്ചയിലെ കളികളെ പറ്റി സംസാരിച്ചു തുടങ്ങാം. എന്താണ് ഈ കാഴ്ചയിലെ കളികൾ? അതായത് യഥാർത്ഥത്തിൽ ലിംഗവലിപ്പം വർദ്ധിപ്പിക്കാതെ ലിംഗവലിപ്പം വർദ്ധിച്ചതായിട്ട് തോന്നിപ്പിക്കുന്ന ചില ചെപ്പടി വിദ്യകൾ. ഇതിൽ ആദ്യത്തേതാണ് ലൈറ്റിംഗ് മാജിക്. ഈ ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നവർക്കറിയാം നല്ല ലൈറ്റിങ്ങിന് എന്തൊരു ശക്തിയാണ് എന്ന്. ഈ പോൺ സിനിമകളിൽ ലിംഗവലിപ്പം തോന്നിക്കുന്നതിന് പിന്നിൽ ലൈറ്റിംഗ് നിയമങ്ങൾക്കൊരു വലിയ പങ്കുണ്ട്. ഈ ക്യാമറ തന്ത്രപരമായിട്ട് വെക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ പുരുഷ പോൺ സ്റ്റാർസിൻ്റെ ലിംഗത്തിന് ഉള്ളതിനേക്കാട്ടിൽ കൂടുതൽ വലിപ്പം തോന്നിക്കുന്ന രീതിയിൽ ആ ചിത്രീകരണ സ്ഥലം മൊത്തത്തിൽ ഒരു പ്രത്യേക തരത്തിൽ പ്രകാശമയമാക്കും. അങ്ങനെ ആ പോൺ ചിത്രീകരിക്കുന്ന സ്ഥലം ഒരുക്കുന്നത് ഒരു കൂട്ടം ആളുകളുടെ ജോലിയാണ്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ പോൺ സിനിമയിൽ കാണുന്ന സെക്സ് എന്ന് പറയുന്നത് ഒരു ടീം എഫേർട്ടാണ്. നിങ്ങൾ പങ്കാളിയുമായിട്ട് സെക്സ് ചെയ്യുന്നത് ജോലിക്ക് ആളെ വെച്ച് സജ്ജീകരണങ്ങൾ നടത്തിയിട്ടാണോ? പല പുരുഷന്മാരും തിരിച്ചറിയാത്ത വേറൊരു സത്യം, അവരുടെ ലിംഗത്തിന് മിതിയായ നീളമില്ല എന്ന് തോന്നുന്നതിൻ്റെ പ്രധാന കാരണം മുകളിൽ നിന്നും താഴോട്ട് നോക്കുന്നത് കൊണ്ടാണ്. കാരണം ലിംഗത്തിൻ്റെ യഥാർത്ഥ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്നും നോക്കണം. ഈ കാറിൻ്റെ സൈഡ് മിററിൽ ദ ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ എന്ന് എഴുതി വെച്ചിട്ടില്ലേ? ഏതാണ്ട് അതുപോലെയാണ് ഇത്. ഇനി നമ്പർ 2, കാസ്റ്റിംഗ് ട്രിക്കുകൾ. ഈ പോൺ സിനിമകളിൽ പുരുഷന്മാരെ അവരുടെ ലിംഗവലിപ്പം നോക്കിയാണ് ഓഡിഷൻ ചെയ്ത് എടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളെയും അവരുടെയും വലിപ്പം നോക്കിയാണ് ഓഡിഷൻ ചെയ്ത് തിരഞ്ഞെടുക്കുന്നത്. എന്താണ് ഞാൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? സ്ത്രീകൾ പൊതുവെ പുരുഷന്മാരെ അപേക്ഷിച്ച് ചെറിയ ശരീരപ്രകൃതിയുള്ള മനുഷ്യരാണ്. എന്നാൽ പോൺ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ പ്രത്യേകിച്ചും സാധാരണ സ്ത്രീകളെ അപേക്ഷിച്ച് കൂടുതൽ മെലിഞ്ഞവരും കൂടുതൽ ചെറിയ ശരീരപ്രകൃതിയുള്ളവരുമൊക്കെ ആയിരിക്കും. കാരണം അങ്ങനെ ഓഡിഷൻ ചെയ്ത് തിരഞ്ഞെടുക്കുന്നത് വഴി അവരോടൊപ്പം അഭിനയിക്കുന്ന പുരുഷ പോൺ സ്റ്റാർസുകൾക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ ലിംഗവലിപ്പമുള്ളതായിട്ട് തോന്നിക്കുവാൻ സഹായിക്കും. അതുകൊണ്ട് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ മിക്ക പോൺ നിർമ്മാതാക്കളും ചെറിയ ശരീര വലിപ്പവും ചെറിയ ജനനേന്ദ്രിയ ഭാഗങ്ങളും ഒക്കെയുള്ള സ്ത്രീകളെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ച ഈ 2 കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ പോൺ സിനിമയിൽ കാണുന്നതൊന്നും തന്നെ യഥാർത്ഥ ലൈംഗികതയുടെയോ യഥാർത്ഥ ശരീര വലിപ്പത്തിൻ്റെയോ ഒന്നും ഒരു പ്രതിഫലനമല്ല എന്ന്. ഈ രജനീകാന്തിനെ നമ്മൾ സിനിമയിൽ കാണുന്നതും ജീവിതത്തിൽ നേരിട്ട് കാണുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം പോലുള്ളൊരു വ്യത്യാസമാണിത്. ഇനി 3, ട്രിം ചെയ്ത് ഭംഗിയാക്കുക. ഇത് നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഗുഹ്യഭാഗത്തെ, ഇംഗ്ലീഷിൽ പ്യൂബിക് ഹെയർ എന്ന് പറയുന്ന മുടി ട്രിം ചെയ്തോ അല്ലെങ്കിൽ ഷേവ് ചെയ്തോ ഒക്കെ വൃത്തിയാക്കുന്നത് നിങ്ങളുടെ ലിംഗത്തിന് കൂടുതൽ വലിപ്പം തോന്നിക്കുവാൻ അത് സഹായിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മരങ്ങളൊന്നുമില്ലാത്ത ഒരു വിജനമായ വയലിൽ ഒരു മരം മാത്രം നിൽക്കുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടും എന്ന് പറഞ്ഞതുപോലെ ട്രിം ചെയ്ത് വൃത്തിയാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ആ ലിംഗത്തിൻ്റെ വലിപ്പം കൂടുതൽ എടുത്തു കാണിക്കും. ഇനി നമ്പർ 4,
ശരീരഭാരം കുറയ്ക്കുക. പഠനങ്ങൾ പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാരം ഏകദേശം 16 കിലോയോളം കുറയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലിംഗത്തിൻ്റെ വലിപ്പത്തിൽ 1 മുതൽ 2 സെൻറ്റിമീറ്റർ വരെ വർധനവുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ലിംഗവലിപ്പം കൂടുന്നു എന്നല്ല, മറിച്ച് ആ ലിംഗത്തിന് ചുറ്റുമുള്ള പ്രദേശം പരന്നു കഴിയുമ്പോൾ അത് കൂടുതൽ പുറത്തോട്ട് തള്ളി നിൽക്കും. ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് പ്രകടമായിട്ട് മനസ്സിലാകുന്നത് അമിതവണ്ണമുള്ള ഒരു ശരീരഭാരം കുറയ്ക്കുമ്പോഴാണ്. ഈ പോൺ സ്റ്റാർസുകളെല്ലാം അവരുടെ ശരീരഭാരം പരമാവധി കുറച്ചു നിർത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഭാഗ്യവശാൽ പോൺ സ്റ്റാർസുകളെ പോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ശരീരഭാരത്തിന് മേൽ പൂർണ്ണ നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കുവാൻ നിങ്ങൾക്ക് ഇതിൽ പരം ഒരു നല്ല കാരണം കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്പർ 5, പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ്സ്, അതായത് പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്ന മരുന്നുകൾ. ഇത് നിങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കേണ്ട ഒന്നാണ്. ഒട്ടുമിക്ക പോൺ സ്റ്റാർസുകളും അവർ സെക്സിൽ ഏർപ്പെടുന്നത് ഈ ഡോക്ടർമാരുടെ അടുക്കൽ പോയി ഉദ്ധാരണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന മരുന്നുകളൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടാണ്. കാരണം ഇത് അവരെ സംബന്ധിച്ച് അവരുടെ ജോലിയാണ്. അപരിചിതരായ ഒരു പറ്റം ആളുകളുടെ മുമ്പിൽ ക്യാമറയുടെയും ലൈറ്റിൻ്റെയും ഒക്കെ നടുവിൽ നിങ്ങളുടെ ഉദ്ധാരണം നിലനിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് അവിടെ മരുന്നുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. ഈ മരുന്നുകളുടെ ഉദ്ദേശം ലിംഗവലിപ്പം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് ആ ലിംഗത്തിലോട്ടുള്ള രക്തഒഴുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് ഉദ്ധാരണം നിലനിർത്തുക എന്നുള്ളതാണ്. ഈ പോൺ സിനിമകളിൽ നടന്മാർ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഉദ്ധാരണ മരുന്നുകളെക്കുറിച്ചും ഇഞ്ചക്ഷനുകളെക്കുറിച്ചും അതുണ്ടാക്കാൻ സാധ്യതയുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ചുമൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. ഇനി നമ്പർ 6, ട്രാക്ഷൻ ഡിവൈസസ്. ഈ ട്രാക്ഷൻ ഡിവൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലിംഗം ഈ ട്രാക്ഷൻ ഡിവൈസ് എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ച് റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടുന്ന ഒരു പ്രക്രിയയാണ്. കേട്ടിട്ട് തന്നെ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ? ഇനി പേടിയൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ തന്നെ ഈ ഒരു ടെക്നിക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു ഘടകം നിങ്ങൾക്ക് കൂടിയേ തീരൂ: ക്ഷമ. കാരണം എല്ലാ ദിവസവും മണിക്കൂറുകളോളം ചിലപ്പോൾ വർഷങ്ങളോളമൊക്കെ ഈ ഒരു ഉപകരണം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ക്ഷമയോടുകൂടെ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ വലിച്ചു നീട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം. അത് നിങ്ങൾ പലരും മനസ്സിൽ സ്വപ്നം കണ്ടതുപോലെ 3-4 ഇഞ്ചിൻ്റെ ഒന്നും വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. വെറും സെൻറ്റിമീറ്ററുകളുടെ മാത്രമേ വ്യത്യാസം ഉണ്ടാകാറുള്ളൂ. ഇനി നമ്പർ 7, നല്ല ഉദ്ധാരണത്തിന് സഹായിക്കുന്ന എക്സർസൈസുകൾ. ഈ എക്സർസൈസ് വർക്കൗട്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ പലർക്കും താല്പര്യമുണ്ടാകാറില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, നിങ്ങളുടെ പെൽവിക് ഫ്ലോർ പേശികൾക്ക് വ്യായാമം നൽകുന്നത് നിങ്ങൾക്ക് ശക്തമായ ഉദ്ധാരണത്തിന് ഇടയാക്കും. ഇത് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും നിങ്ങൾ ഈ പെൽവിക് ഫ്ലോർ പേശികൾക്ക് എക്സർസൈസ് ചെയ്യുമ്പോൾ ആ ഭാഗത്തോട്ടുള്ള രക്തഓട്ടം കൂടുകയും നിങ്ങളുടെ ഉദ്ധാരണത്തിൻ്റെ ശക്തി വർദ്ധിക്കുകയും നിങ്ങളുടെ ശുക്ലവിസർജനത്തിന് മേലുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ അത് നിങ്ങളുടെ ലിംഗത്തിന് കൂടുതൽ നേരം ഉദ്ധരിച്ചു നിൽക്കുവാനുള്ള ഒരു കഴിവ് നൽകുകയും ചെയ്യും. ഈ പോൺ സ്റ്റാർസുകൾ പലരും ജന്മനാ തന്നെ ശരാശരിയിൽ കൂടുതൽ ലിംഗവലിപ്പമുള്ള മനുഷ്യരാണ്. എങ്കിൽ പോലും അവരും ഇതുപോലെയുള്ള ചില വിദ്യകൾ ഉപയോഗിച്ചാണ് അവരുടെ ഉള്ള ലിംഗവലിപ്പം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. നിങ്ങളും ഏത് വലിപ്പമുള്ള ആളാണെങ്കിലും ശരി, നമ്മൾ ഇതിൽ പറഞ്ഞ പല ടെക്നിക്കുകളും നിങ്ങൾക്കും ഗുണം ചെയ്യും. അപ്പോൾ അടുത്ത തവണ നിങ്ങളൊരു പോൺ സിനിമ കാണുമ്പോൾ നമ്മൾ ഇന്നിവിടെ സംസാരിച്ച കാര്യങ്ങൾ മനസ്സിൽ ഓർക്കുക. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.